പരസ്യ മദ്യപാനം പോലീസിനെ അറിയിച്ചതിന്റെ പേരിൽ ഗൃഹനാഥനും കുടുംബത്തിനും വധഭീഷണിയെന്ന് പരാതി. തിരുവല്ല കടപ്ര സ്വദേശി ഫിലിപ്പ് ജോർജിനും കുടുംബത്തിനും നേരെയാണ് നാലംഗ സംഘം വധഭീഷണി മുഴക്കിയത്. ഫിലിപ്പ് ജോർജിന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ യുവാക്കളുടെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് കിട്ടി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 12 മണിയോടെയാണ് പരാതിക്ക് അടിസ്ഥാനമായ സംഭവം. 10ഓളം പേരടങ്ങുന്ന സംഘം ഫിലിപ്പ് ജോർജിന്റെ അയലത്ത് താമസിക്കാതെ കിടക്കുന്ന വീട്ടിൽ ഒത്തുകൂടി. മദ്യപിക്കുകയും പരസ്പരം അസഭ്യം പറയുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു. സഹിക്കവയ്യാതെ വന്നതോടെ ഫിലിപ്പ് പുളിക്കീഴ് പോലീസിൽ വിവരമറിയിച്ചു. 10 മിനിറ്റിനകം പോലീസ് സ്ഥലത്തെത്തി. ജീപ്പ് വരുന്നത് കണ്ട് സംഘം ചിതറിയോടി. മദ്യപിച്ച് അവശനിലയിലായിരുന്ന 3 പേരെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ ഇടപെടലിനെ തുടർന്ന് മൂവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു. ഇതിന് പിന്നാലെയാണ് നാലംഗ സംഘം ഫിലിപ്പിന്റെ വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയത്. പോലീസ് ഇവിടെ വരുന്ന സമയത്ത് ഒരു 3-4 പേര് റോഡിൽ തന്നെ വീണ് കിടക്കുകയായിരുന്നു. അവർ മറ്റുള്ളവർക്ക് ഒക്കെ ഓടിപ്പോവുകയും ചെയ്തു. ഈ റോഡിൽ നിന്നവരെ പോലീസ് ചോദ്യം ചെയ്യുകയും അവരോട് കയർക്കുകയും ചെയ്ത കാരണം അവർ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം ഒരു 10-15 മിനിറ്റുള്ളിൽ അവരെ തിരിച്ചുവിടുകയും. വീടിന്റെ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോൾ വളർത്തുനായ ഇവർക്ക് നേരെ കുരച്ചു ചാടി. സംഘത്തിൽ ഒരുവൻ നായയെ വടികൊണ്ട് ആക്രമിച്ചു. നായയുടെ കുരകേട്ട് ഫിലിപ്പിന്റെ ഭാര്യ സൂസൻ പുറത്തേക്കിറങ്ങി വന്നു. ഇതോടെ സംഘം വീട്ടമ്മയെ അസഭ്യം പറയുകയും ഫിലിപ്പിനെ അടക്കം വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അത്രേ. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും എൻ്റെ ഗേറ്റ് വന്ന് കിടന്ന് തുറക്കാൻ ശ്രമിക്കുകയും നായി അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. നായയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയിട്ട് ഒരു 3-4 പേരുമായിട്ട് വന്നിട്ട് പടക്കമെറിയുകയും എൻ്റെ റെസിഡൻസിക്ക് പടക്കമെറിയുകയും അവിടെ വന്ന് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു. സംഭവ സമയം ഫിലിപ്പ് ജോർജ് വീട്ടിലുണ്ടായിരുന്നില്ല. ഭാര്യ സൂസൻ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ഇത് മനസ്സിലാക്കിയ യുവാക്കൾ കൊലവിളി തുടർന്നു. ഇതിനിടെ സൂസൻ വധഭീഷണി ശബ്ദം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു. പോലീസ് സംഘം സ്ഥലത്തെത്തുമ്പോൾ ഫിലിപ്പ് ജോർജിന്റെ ഉടമസ്ഥയിലുള്ള SS റെസിഡൻസി എന്ന ഹോം സ്റ്റേക്ക് നേരെ യുവാക്കൾ പടക്കമെറിയുകയായിരുന്നു. യുവാക്കളെ വിരട്ടിയോടിച്ച പോലീസ് പിന്നീട് സ്ഥലത്ത് നിന്നും മടങ്ങി. ശേഷം ഫിലിപ്പ് ജോർജ് പോലീസിൽ രേഖാമൂലം പരാതി നൽകി. എന്നാൽ കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ആക്ഷേപം. അതേസമയം പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.